Hello everyone, this is Ramjit Nair signing in The Fashion Unfiltered, the first initiative by Trivandrum Fiestas Entertainments. നമ്മളുടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ട്രിവാൻഡ്രത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഫാഷൻ റിനൗണ്ട് പേഴ്സൺ ആണ്. ട്രിവാൻഡ്രം ഫിയസ്റ്റാസ് പ്രൊഡക്ഷൻസിൻ്റെയും ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസിൻ്റെയും CEO, അസോസിയേഷൻസ് ഓഫ് മോഡൽസ് ആൻഡ് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് മിസ്റ്റർ ലിജൻ രാജ്. വെൽക്കം യു. ഹായ്. അപ്പോൾ ചേട്ടാ, എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, ഇത്രയും മീഡിയാസ് ചേട്ടനെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവും, എന്തുകൊണ്ടാണ് ദ ഫാഷൻ അൺഫിൽറ്റേർഡ് എന്ന് പറയുന്ന ഒരു ചാനലിന് ആദ്യമായി ചേട്ടൻ ഇൻ്റർവ്യൂ തരുന്നത്? ഫസ്റ്റ് ഇൻ്റർവ്യൂ എൻ്റെ ചാനലിൽ തന്നെ ആയിക്കോട്ടെ, ബിക്കോസ് വേറെ ഒരുപാട് പേര് എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇൻസിഡൻ്റൊക്കെ വെച്ച് ഫാഷൻ ഇൻഡസ്ട്രിയിൽ നടന്ന ഒരുപാട് ഇഷ്യൂസ് നടന്നപ്പോൾ ആസ് എ പ്രസിഡൻറ്റ്, ഒരു അസോസിയേറ്റ് പ്രസിഡൻറ്റ് കൂടെ ആയതുകൊണ്ട് ഒരുപാട് പേര് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങോട്ട് പോയി ഇൻ്റർവ്യൂ പോയി ചെയ്യാനൊരു താല്പര്യം എനിക്കില്ല. ബിക്കോസ് ഇപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞത് എനിക്കൊരു ഇൻസിഡൻറ്റ് നടന്നുകൂടെ ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ റിപ്ലൈ കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തതും അത് എൻ്റെ ചാനലിൽ കൂടെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ. ആൻഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി, ലൈക്ക് ഒരു മൂവി, ഒരു സിനിമ ഇൻഡസ്ട്രിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മോഡലിംഗ് ഇൻഡസ്ട്രി. ചേട്ടൻ അതിൽ ഏറ്റവും വലിയൊരു പൊസിഷൻ വഹിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് ഒരു മോഡലിംഗ് ഇൻഡസ്ട്രി? ചേട്ടൻ ആരാണ് ഈ ഇൻഡസ്ട്രിയിലെ ഇൻസ്പിറേഷനായിട്ട് അത് അങ്ങനെയല്ല ഞാൻ ഈ ഫീൽഡിൽ വന്നത്. ഇൻസ്പിറേറ്റ് ആയിട്ടല്ല ഞാൻ ഇതിലോട്ട് വന്നത്. പ്രൊഡക്ഷൻ ആയാലും ഇപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ബിസിനസ് വരുന്നത് പ്രൊഡക്ഷനാണ്. കമ്പനി പേര് ട്രിവാൻഡ്രം ഫിയസ്റ്റ പ്രൊഡക്ഷൻസ്. അതായത് ഈ രണ്ടും ഞാൻ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രിവാൻഡ്രം ഫിയസ്റ്റ പ്രൊഡക്ഷൻസും ട്രിവാൻഡ്രം ഫാഷൻ മോൾസും ഞാൻ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് 2019. ആ വർഷം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കിയ വർഷമാണ്. ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രൊഡക്ഷൻ കമ്പനിയും ഈ മോഡലിംഗ് കമ്പനിയും എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നത്. കാരണം 2009 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ വർക്കും ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈയേഴ്സാണ്. അന്ന് ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. 2009 ഞാൻ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ബിസിനസ്സിലോട്ടുണ്ട്. ഞാൻ ജോലി ചെയ്ത് ഒരു പോക്കറ്റ് മണിയൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിക്കും. പപ്പയ്ക്ക് സ്വന്തമായിട്ട് ടിപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഹോളോബ്രിക്സ് കമ്പനീസ് ഉണ്ടായിരുന്നു, കൺസ്ട്രക്ഷൻസ്. അപ്പോൾ അവരെ കൂടെ വർക്കിൽ നിന്നാണ് ആദ്യം ഞാൻ പോക്കറ്റ് മണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ കൂടെ തന്നെ പഠിത്തമുണ്ട്. ഏകദേശം IT ഫീൽഡ് കഴിഞ്ഞപ്പോൾ എനിക്കിനി പറ്റില്ല, ഞാൻ പഠിച്ച് ജോലി ഒപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇതിലോട്ടാണ് ഇൻട്രസ്റ്റ്. എനിക്ക് ഓടി നടന്ന് ചെയ്യുന്ന കാര്യത്തിലേക്കാണ് എനിക്ക് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ IT കഴിഞ്ഞ് ഫസ്റ്റ് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പർ ക്ലീനറാണ്. അതായത് സ്വന്തം ടിപ്പറാണ്. ബിക്കോസ് എൻ്റെ പപ്പയുടെ ടിപ്പറാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് ശമ്പളം വാങ്ങിക്കുന്നത് ഒരു ക്ലീനർ ജോലി ചെയ്തിട്ടാണ്. അതിനുശേഷം ഞാൻ ഡ്രൈവറായത്. ഓക്കെ. അതിനുശേഷം വണ്ടികളുടെ എണ്ണം കൂടി. ആദ്യം ഒരു ടിപ്പറായിരുന്നു, പിന്നീട് അത് 2012 ആയപ്പോൾ ഏകദേശം 13-14 ടിപ്പർ അന്ന് എനിക്ക് ആ ചെറുപ്രായത്തിൽ എനിക്ക് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. കമ്പനിയുടെ പേര് ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് ആയിരുന്നു. ഇമ്മാനുവൽ എന്നാണ് നമ്മളെ കമ്പനിയുടെ പേര്. എൻ്റെ വീട്ടുപേര് ഇമ്മാനുവൽ എന്നാണ്. ഓക്കെ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സംഭവം സക്സസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നിട്ട് 2019 എത്തിയപ്പോൾ തുടക്കത്തിൽ ജാനുവരി മാസം 30 എൻ്റെ അമ്മ മരിക്കപ്പെട്ടു. പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞ് ഏകദേശം ഒരു ഓഗസ്റ്റ് 10 എൻ്റെ പപ്പ മരിക്കപ്പെട്ടു. 2019 പെട്ടെന്നൊരു ഇഷ്യൂസ് എൻ്റെ ലൈഫിലുണ്ടായി. ഇങ്ങനെ ഒരു ഇഷ്യൂസ് എനിക്ക് ലൈഫിലുണ്ടായി. അപ്പം ഞാനും പപ്പയും അമ്മയാണ് ഈ ബിസിനസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ആ വീട്ടിൽ തച്ചുകൊണ്ട് നമ്മളെ ഓഫീസും എല്ലാം അവിടെ തന്നെയാണ്. അപ്പം ഈ ബിസിനസ് പെട്ടെന്ന് ഹോൾഡായി. ഓക്കെ. ഇപ്പോൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നു, നമ്മൾ മൂന്നിൽ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പോലെ ചെയ്തു. പക്ഷേ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എൻ്റെ വീട്ടിൽ ഉണ്ടായപ്പോൾ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി. ആ 2 വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ അപ്പോൾ മൊത്തത്തിൽ ഡള്ളായി. അപ്പോഴാണ് കൊറോണ ഒക്കെ വരുന്നത്. കൊറോണയൊക്കെ ആ സമയത്താണ് 2019 അവസാനം 2020 തുടക്കത്തിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ ഈ ടിപ്പർ ഫീൽഡും ഈ ബിസിനസ് എല്ലാം ഡള്ളായിരുന്നപ്പോൾ സമയത്ത് മൊത്തത്തിൽ ഔട്ടായി. എന്നുവെച്ചാൽ ആ വർഷം മൈൻഡ് ഫുൾ ഔട്ടായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോടെ ഇരുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് കാണാൻ വരുന്നതും ഒരു ഇവൻറ്റ് ചെയ്യാം, ഒരു എക്സിബിഷൻ പ്ലസ് ഒരു ഇവൻറ്റ് ചെയ്യാം, ഒരു ഫാഷൻ ഷോ എല്ലാം വെച്ചുകൊണ്ട് ഒരു ബിഗ് ഇവൻറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിങ് എൻ്റെ അടുത്ത് പറയുന്നതും നമുക്ക് ഇത്രയും റവന്യൂ കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഓൾറെഡി ടേൺ ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും എമൗണ്ട്സ് കാര്യങ്ങളുണ്ട്, ട്രാൻസാക്ഷൻസിലുള്ള എമൗണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ബിസിനസ്. പക്ഷേ ആ ഷോ എനിക്ക് ഒരു 20 lakhs ലോസ് ആയിരുന്നു. അപ്പം കൂടെ ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ആരുമില്ല. ഒരു പാർട്ണർഷിപ്പിലാണ് ചെയ്തത്. ഒരു 3-4 പാർട്ണർഷിപ്പിലാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഈ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി എൻ്റെ ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയാൻ നേരത്ത് 2019 കനകുന്ന് വെച്ച് കിടന്ന ഒരു ഇവൻ്റാണ്. ഒരു 3 day ഇവൻറ്റ്. എൻ്റെ പേരെന്തോ ഒരു ലഷ് 2K19 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ. അതിൽ ഏകദേശം എൻ്റെ ഒരു 10-20 ലക്ഷം രൂപ പോയി. അപ്പം അവിടെ നിന്നൊരു വാശി എനിക്കുണ്ടായി. അവിടെ നിന്നൊരു വാശി, ഒന്ന് പൈസ പോയി. കാരണം ഞാൻ 2009 ബിസിനസ് ചെയ്ത് വെച്ച് തരുന്ന ഫണ്ട് ഇതിൽ പോയി. രണ്ടാമത്തെന്ന് പറയാൻ നേരത്ത്
ഒന്നിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം വീട്ടിലാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ഒരുത്തർ ഞാൻ ആരെ വീട്ടിൽ പോയി നിൽക്കാറില്ല. അപ്പം ഈ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടും ആ വീട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു ചേഞ്ച് വേണമെന്ന് തുടങ്ങി. ഇങ്ങനെ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യണം, പഴയതെല്ലാം മാറ്റിയിട്ട് പുതിയ ചേഞ്ച് വേണമെന്ന് തുടങ്ങിയാണ് ഞാൻ പ്രൊഡക്ഷൻ ഫീൽഡിലോട്ട് വരുന്നത്. എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ്റെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 500 രൂപയാണ്. അത് ആ ഇവൻറ്റിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയുടെ പ്രോഗ്രാം ഞാൻ ചെയ്തപ്പോൾ സൗണ്ട് ടീമിനും ലൈറ്റ് ടീമിനും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് വേറെ 500 രൂപ. അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പം ആ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പല പ്രോഗ്രാംസ് ഞാൻ ചെയ്തു. അതായത് കൊച്ചിയിൽ ഞാൻ പോയി ഷോസ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം പ്രൊഡക്ഷൻ ചെയ്തു. അന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. എനിക്കിപ്പം ഇന്നത്തെ പോലെ അല്ല, അന്ന് എനിക്ക് സ്വന്തമായിട്ട് ഒരു കാർപ്പറ്റ് പോലും ഇല്ല. അന്ന് ഞാൻ കൊച്ചിയിൽ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ പോയി പ്രോഗ്രാം ചെയ്തു, ചെന്നൈ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞിട്ടാണ് പോകുന്നത്. ബിക്കോസ് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ വയ്യ, ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. അതിനുവേണ്ടി ഞാൻ കയ്യിൽ നിന്ന് പൈസ കളഞ്ഞ് വരക്കും. അങ്ങനെ തുടങ്ങിയതാണ് ഈ 2 കമ്പനീസും. അപ്പോൾ അത് ഇന്ന് എത്തി നിൽക്കുന്നത്, ഇപ്പം ഇന്ന് ട്രിവാൻഡ്രം ഫിയസ്റ്റ പ്രൊഡക്ഷൻ്റെ മെയിൻ ക്ലയൻറ്റുകൾ എന്ന് പറയുന്നിടത്ത് ലുലു മാൾ, മാൾ ഓഫ് ട്രാവൻകൂർ, റേഡിയോ മിർച്ചി, റെഡ് FM, ടെക്നോ പാർക്കിലെ കമ്പനീസാണ് പ്രൊഡക്ഷൻ്റെ മെയിൻ ക്ലയൻറ്റ്സ്. അന്ന് നമുക്ക് ഒരു സാധനമില്ലാതെ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കിന്ന് ഒരു ബിഗ് മ്യൂസിക് അവാർഡ് നൈറ്റ് നടത്താനുള്ള പ്രൊഡക്ഷൻ സാധനങ്ങൾ, അതായത് സൗണ്ട്, ലൈറ്റ്, LED എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ടോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം ഒരു ഇൻസ്പിറേഷനായിട്ടല്ല വന്നത്, ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നു. അതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് വരുന്നതും. അതേപോലെ ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസ് 2019 നോക്കാൻ നേരത്തെ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ട് ആഷി എന്നാണ് പേര്, പുള്ളിക്കാരൻ്റെ കമ്പനി മാത്രമേ ഉള്ളൂ. പുള്ളി ഇപ്പം UK അപ്പോൾ അന്ന് ആ കമ്പനി നടത്തിക്കുന്ന ഷോസ് കുറച്ച് ചെറുതായിട്ടുള്ള ഷോസൊക്കെ ട്രിവാൻഡ്രം. അന്ന് 2019-20 ആക്റ്റീവ് അല്ല. ഒരു ഫാഷൻ ഷോ എന്നൊരു ട്രിവാൻഡ്രത്തിൽ, എല്ലാം കൊച്ചിയിൽ നടക്കുന്നുണ്ട്, വലിയ വലിയ ഷോസ് നടക്കുന്നുണ്ട്, മോഡലിംഗ് കമ്പനീസൊന്നും അന്നില്ല. അന്ന് എനിക്കറിയാവുന്ന ഒരു 4-5 കമ്പനീസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസ് എന്നൊരു പേരിൽ ഞാൻ മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഷോസ് ഒന്നും പ്ലാനിങ് ഇല്ല, ജസ്റ്റ് ഒരു മോഡൽസിൻ്റെ ഫോട്ടോസ് നമ്മളെ പേജിലിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഷോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഷോസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പല സ്ഥലത്തും നമ്മൾ മോഡലിംഗ് കമ്പനീസ് ഇറക്കി തുടങ്ങി. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ ഷോ ഇതുവരെ ഈ 5 വർഷത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഷോസ് എല്ലാം ട്രിവാൻഡ്രത്താണ്, ഇവൻറ്റ്സും ട്രിവാൻഡ്രത്താണ്. അപ്പം ട്രിവാൻഡ്രത്ത് അങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ സംഭവം കൂടി തുടങ്ങി, ഫാഷൻ ഷോസ് കൂടി തുടങ്ങി. ഒരു ഷോ എന്നുള്ളത് മന്ത്ലി 2-3 ഷോസായി തുടങ്ങി. അപ്പോൾ അത് ഈ 2 കമ്പനി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ ടോപ്പായിട്ട് ഇരിക്കുന്ന ഒരു കമ്പനീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിന്നിവിടെ ഇരിക്കാൻ പറ്റിയത്. അപ്പം രാംജിത്ത് ചോദിച്ച പോലെ ഒരു ഇൻസ്പിറേഷൻ അല്ല, ഒരു ഇൻസിഡൻറ്റ് കാരണമാണ് ഞാൻ ഇതിലോട്ട് വന്നത്. വെരി ഗുഡ്. പിന്നെ ഒരു ഡിപ്ലോമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫാഷൻ ഏജൻസി എന്ന് പറയുന്നത് ഏജൻസിയുടെ CEO ആണ്, ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസിൻ്റെ CEO ആണ്. അതേപോലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോയുടെ ഓണറാണ് ചേട്ടൻ, CEO ആണ്, ട്രിവാൻഡ്രം ഫിയസ്റ്റാസ് പ്രൊഡക്ഷൻസ്. ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്? രണ്ടിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഈ ടോപ്പിലെത്തിയത്. അപ്പം ഒന്നും ഇല്ലാത്ത സാധനത്തിൽ നിന്ന് ഒരു ഐറ്റം പോലും നമ്മുടെ കമ്പനി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഇവിടെ നിൽക്കുന്നു. അതേപോലെ ഒരു ഫാഷൻ ഷോയിൽ ജസ്റ്റ് ഒരു സ്ലോട്ട് ഇറക്കിക്കൊണ്ടിരുന്ന ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസ് ഇന്ന് കേരളത്തിലെ ടോപ്പ് ഫാഷൻ ഷോസ് കോർഡിനേറ്റ് ചെയ്യുന്നു, അതേപോലെ ഷോസ് നടത്തുന്നു. അപ്പോൾ ഈ 2 കമ്പനിയുടെയും CEO എന്ന് പറയുന്നത് എനിക്കൊരു അഭിമാനം തന്നെയാണ്. ബിക്കോസ് അതങ്ങനെ അത്രയും കഷ്ടപ്പെട്ടുണ്ട് ഇതിൽ. ഈ 4-5 വർഷത്തിനിടയിൽ ഈ ചെറുതിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ രണ്ടും എനിക്ക്. ഓക്കെ ചേട്ടാ. ആൻഡ് കമ്മിങ് ടു ഒരു സെൻഷ്വൽ കാര്യമാണ്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മുടെ കേരളത്തിലെ 2 ഫാഷൻ ടൈക്കൂൺസ് ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ അവർ കേരളത്തിലെ, അതായത് മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രി, കേരള ഫാഷൻ ഇൻഡസ്ട്രീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു CEO എന്ന നിലയിൽ, ഒരു ലീഡിങ് CEO പ്രൊഡക്ഷൻ സ്റ്റുഡിയോ എന്നുള്ള നിലയിൽ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് അത് ചേട്ടൻ കാണാൻ ആഗ്രഹിക്കുന്നത്? അല്ല, അത് എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടത് CEO ആയിട്ടല്ല. ബിക്കോസ് AMO എന്നൊരു അസോസിയേഷൻ മോഡൽസ് ആൻഡ് ഓർഗനൈസേഴ്സിൻ്റെ ഒരു പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഇതിനു മുമ്പ് എനിക്ക് കൊടുക്കാൻ ആയിരുന്നു. ബിക്കോസ് തിരക്ക് കാരണവും അല്ല ഇത് കാരണമാണ് എനിക്ക് കൊടുക്കാൻ പറ്റാത്തത്. അപ്പം ആ ഇത് ഞാൻ ഇതിലോട്ട് എടുക്കുകയാണ്. എനിക്ക് അതിൻ്റെ റിപ്ലൈ ആയിട്ട് എനിക്കിപ്പം പറയേണ്ടത്, ഞാൻ അവരെ കൂടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരോട് എല്ലാം ഞാൻ പ്രൊഡക്ഷൻ വർക്കും കോർഡിനേഷനും എല്ലാം ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ പറഞ്ഞതിൽ ഒരു 30% കറക്റ്റാണ്. ഓക്കെ, ഞാൻ യോജിക്കുന്നു. ബട്ട് ബാക്കി 70% തെറ്റാണ്. അവർ പറഞ്ഞ കാര്യത്തിൽ അവർ മൊത്തത്തിൽ പറഞ്ഞു, അവർ പറഞ്ഞ 30% കറക്റ്റാണ് എന്ന് വെച്ചാൽ അവർ മൊത്തത്തിൽ അത് സ്പ്രെഡാക്കി. ഇപ്പം അവർ പറഞ്ഞ പോലത്തെ മോഡലിംഗ് ഏജൻസീസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം പക്ഷേ ബാക്കി 70% നല്ല മോഡലിംഗ് ഏജൻസീസും ഉണ്ട്.
അതായത് നല്ല കോസ്റ്റ്യൂംസും നല്ല ഗ്രൂമിങ്ങും നല്ല കൊറിയോഗ്രാഫിയും അവർക്കുള്ള പ്രൊവൈഡിങ്സും ഫോട്ടോസും വീഡിയോസും എല്ലാം കൊടുത്ത് ചെയ്യുന്ന ഒരുപാട് മോഡലിംഗ് കമ്പനീസ് എനിക്കറിയാം. ഇപ്പം മോഡൽസ് ഇല്ലെങ്കിലും അവർക്ക് പേയ്മെൻറ്റ് തന്ന ഒരു മോഡൽ ഇല്ലെങ്കിലും നല്ല മോഡൽസിന് വെച്ച് ഇറക്കുന്ന പ്രൊഫഷണൽ മോഡൽസ് വെച്ചും സ്റ്റാർട്ടിങ് ആയിട്ടുള്ള മോഡൽസിന് വെച്ചും നല്ല ക്ലാസ്സസ് കൊടുത്ത് വെച്ച് ഇറക്കുന്ന മോഡലിംഗ് കമ്പനി CEOസിനെ എനിക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞ തെറ്റെന്ന് പറയാൻ നേരത്ത് അവർ മൊത്തത്തിൽ അത് പറഞ്ഞു. എല്ലാ മോഡലിംഗ് ഏജൻസീസിനെ അല്ലെങ്കിൽ മോഡലിംഗ് കമ്പനി മോഡലിംഗ് ഏജൻസി ഒന്നാണ്. ഓക്കെ, ഇപ്പം ഈ നമ്മളെ രജിസ്ട്രേഷൻ നോക്കാൻ നേരത്തെ മോഡലിംഗ് ഏജൻസീസേ ഉള്ളൂ. ഈ പണ്ട് തൊട്ട് എല്ലാവരും പറഞ്ഞു വരുന്നത് മോഡലിംഗ് കമ്പനി. യഥാർത്ഥത്തിൽ മോഡലിംഗ് ഏജൻസിയും മോഡലിംഗ് കമ്പനിയും സെയിം ഇതാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ബേസിക് ഇത് കൊടുക്കുന്നു. അതായത് ഇപ്പം ഒരു മോഡൽ എക്സാമ്പിൾ രാംജിത്തിന് അറിയാം, രാംജിത്ത് റൺവേ മോഡലായതുകൊണ്ട് അറിയായിരിക്കും. ഒരു ഒരു റൺവേ നല്ല ഫാഷൻ ഷോയ്ക്ക് പോയി അറ്റ്ലീസ്റ്റ് ഹൈറ്റ് 5.6 ഫീമെയിൽസിനും 6 ജെൻസിനും വേണം. ഇവരെല്ലാം എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഞാൻ ചോദ്യത്തിനില്ല, ഇവരെല്ലാം എവിടെ നിന്നാണ് ഈ വാക്കിംഗ് എല്ലാം പഠിച്ചത്? ഇവരാരും ആദ്യം ഈ പറഞ്ഞ ആൾക്കാരും വിളിച്ചുകൊണ്ട് പോകുന്നില്ല, അവരാരും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. ഈ ഹൈറ്റുള്ളവർ എവിടെയാണ് ഈ വാക്കിംഗ് പഠിച്ചത്? അല്ലെങ്കിൽ ഒരു ഗ്രൂമിങ് സെക്ഷൻ എങ്ങനെ സ്റ്റൈലിങ് എങ്ങനെ പോസിങ് എന്ന് പഠിച്ചത് എവിടെ നിന്നാണ്? രാംജിത്ത് എവിടെ നിന്നാണ് പഠിച്ചത്? ഓക്കെ, അപ്പോൾ അതേപോലെ ഈ മോഡലിംഗ് ഏജൻസീസ് അവർക്കൊരു ബേസാണ്. ഒരു LKG UKG പഠിപ്പിക്കുന്ന പോലെയാണ് മോഡലിംഗ് ഏജൻസീസ് അവർക്കൊരു ഗ്രൂമിങ് അല്ലെങ്കിൽ ഒരു വാക്കിംഗ് സ്റ്റൈൽസ് അല്ലെങ്കിൽ പോസിംഗ് സ്റ്റൈൽസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇത് ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ്, എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. എൻ്റെ കമ്പനിയിൽ ഉണ്ടായിരുന്ന, എൻ്റെ കമ്പനിയിൽ ആദ്യമായിട്ട് വന്ന് വാക്കിംഗ് പഠിച്ച് എൻ്റെ ഷോസിൽ ഇറങ്ങിയ മോഡൽസ് ഇവരെ കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഫാഷൻ മോഡൽസിൻ്റെ കൊറിയോഗ്രാഫറായിരുന്ന ആളാണ് അവരെ ബാക്ക് സ്റ്റേജ് നോക്കുന്നത്, ബാക്ക് സ്റ്റേജ് മാനേജർ എന്ന പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തിനാണ് അപ്പോൾ ഈ മോഡലിംഗ് ഏജൻസിന് പറയുന്നവർ എന്തുകൊണ്ട് ഇവിടെ നിന്ന് മോഡൽസിനെ അങ്ങോട്ട് വിളിക്കുന്നത്? എന്നിട്ട് അവർ പറയുന്ന ഞാൻ ഒരുപാട് മോഡൽസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ കൂടെ ഇറങ്ങണമെന്ന് ഇപ്പം താല്പര്യമുണ്ട്. ഇവർ പറയുന്നു മോഡലിംഗ് കമ്പനീസിൽ ഇനി ഇറങ്ങിയാൽ അവർ വിളിക്കത്തില്ല. എന്തിന് പറയുന്നു അങ്ങനെ? അവർ ആദ്യം വന്ന മോഡലിംഗ് കമ്പനിയിലാണ്, മോഡലിംഗ് ഏജൻസിയിലാണ് ആദ്യം വന്നത്. അവിടെ നിന്ന് വാക്കിങ്സും പഠിച്ച് ആ ഒരു ട്രസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും, ആ സ്റ്റേജ് ഫിയർ എല്ലാം മാറിയിട്ടാണ് അവരെ വിളിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു കൊറിയോഗ്രാഫറും ഒരു നോർമൽ വാക്ക് ചെയ്യുന്ന ഒരാളെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പക്കയായിട്ട് മോഡലിംഗ് ഏജൻസിയുടെ റാമ്പ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് ആ പേടിയെല്ലാം മാറ്റി നല്ല രീതിയിൽ വാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവരെല്ലാം വിളിച്ചത്. അപ്പം എന്നിട്ട് ആ കുറ്റം പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ മോഡലിംഗ് ഏജൻസിയിൽ ആരെയും വിളിക്കാൻ പാടില്ല. പ്രൊഫഷണൽ മോഡൽസ് പ്രൊഫഷണലായിട്ട് പഠിച്ചവർ മാത്രമേ വിളിക്കാവൂ. ഒരിക്കലും മോഡലിംഗ് ഏജൻസിയിൽ വന്ന് റാമ്പ് ചെയ്ത ഒരു മോഡൽസിനും വിളിക്കാൻ പാടില്ല. അപ്പോൾ അതിൽ തെറ്റുണ്ട്. മൂന്നാമത്തെ കാര്യം ഒന്ന് പറയാൻ നേരത്ത് അവരെല്ലാം നല്ല എമൗണ്ട് വാങ്ങിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പം തുടങ്ങിയ സമയത്ത് ഒരു ഇല്ലാതെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. അവർ തുടക്കത്തിൽ കൊളാബായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ അവർക്കൊരു ബേസ്, ഇപ്പം മോഡൽസിനായാലും CEOസിനായാലും കൊറിയോഗ്രാഫേഴ്സിനായാലും അവർക്കൊരു ബേസിക് ഐഡിയാസ് വേണം. ആ ബേസിക് ഐഡിയാസാണ് നമ്മൾ മോഡലിംഗ് കമ്പനീസിന് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പം എല്ലാവരും ഒന്ന് ഡ്രഗ് കേസ് മോഡലിംഗ് കമ്പനി ഒന്ന് ഇതാണ് ഡ്രഗ് ഇതാണെന്ന് പറയും. പക്ഷേ അവരെന്താണ് പോസിറ്റീവ് പറയാത്തതെന്ന്? ആ ഇൻ്റർവ്യൂവിൽ മോഡലിംഗ് കമ്പനീസിൽ വന്ന് ഷോ ചെയ്ത ഒരു മോഡലിനെ കുറിച്ചോ ഒരു കൊറിയോഗ്രാഫറിനെ കുറിച്ചോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ചോ ഒരു കോർഡിനേറ്ററിനെ കുറിച്ചോ ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞില്ല. ആ പോസിറ്റീവ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ 2019 കമ്പനി തുടങ്ങുന്ന സമയത്തും 2022 സമയത്തും എൻ്റെ കമ്പനി കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയത് എൻ്റെ ഫിയാൻസി വന്നതിന് ശേഷമാണ്. അപ്പോൾ പുള്ളിക്കാരി വന്ന് ഈ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മോഡൽസ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലും ഒരുപാട് നല്ല മോഡൽസ് നമ്മുടെ ഉണ്ട്. അവരെല്ലാം ഇപ്പം നിൽക്കുന്ന അത്യാവശ്യം ടോപ്പ് നിലയിലാണ്. ബിക്കോസ് അന്ന് ഫ്രീ ആയിട്ട് വാക്ക് ചെയ്ത ഒരു മോഡലിലും ലാസ്റ്റ് 2 months ബിഫോർ ഒരു ഷൂട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവർക്ക് 25,000 വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒന്നും അറിഞ്ഞുകൂടാതെ എൻ്റെ കമ്പനി വന്ന മോഡൽസ് ഉണ്ട്. അവർക്ക് ഒരു ലാസ്റ്റ് ഇയർ 2024 തോന്നുന്നു, ഒരു ഷൂട്ടിന് വേണ്ടി ഒരാൾക്ക് പെർ ഡേ 25,000 ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയ ഒരു ക്ലയൻറ്റിൻ്റെ നിന്ന്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ഒന്നുമില്ലാതെ എൻ്റെ കമ്പനി വന്ന ആൾ ഇപ്പം 2 വർഷം കഴിയാൻ നേരത്തെ ഇത്രയും ടോപ്പിൽ നിൽക്കുകയാണ്. രാംജിത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പേയ്മെൻറ്റുള്ള ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അവർ ഒരു പോസിറ്റീവ് ഇത് പറഞ്ഞില്ല? അതാണ് എനിക്ക് വിഷമം. പറഞ്ഞത് 30% കറക്റ്റ് ആയിരിക്കാം, ഡ്രഗിൻ്റെ ഇതുണ്ടാവാം. എന്തിന് അങ്ങനെ? ആ കമ്പനി മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, ഇത്രയും കമ്പനീസ് ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഷോസ് ഇപ്പം പുള്ളിക്കാരൻ പറയുന്ന ഒരു നീമിൻ്റെ പേര് ട്രിവാൻഡ്രം ഫാഷൻ വീക്ക്, വയനാട് ഫാഷൻ വീക്ക്, അങ്ങനെ ഒരുപാട് ഷോസ് ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇൻ്റർനാഷണൽ ഷോസ് മാത്രം നടന്നിട്ട് കാര്യമില്ല. ഇവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഫാഷൻ വീക്ക് നടക്കണം.
എന്നാൽ മാത്രമേ അവിടെ ഉള്ളവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആവത്തുള്ളൂ, ഒരു സ്റ്റേജ് ഫിയർ മാറത്തുള്ളൂ. അപ്പം ഒരു കൊറിയോഗ്രാഫർ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു ഫോട്ടോഗ്രാഫർ, ഒരു കോർഡിനേറ്റർ, ഒരു മോഡൽ, ഇവർക്കെല്ലാം ഒരു പേടി വേണം. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഷോസ് നടക്കണം. എന്നാൽ മാത്രമേ അവരെ ഇത് മാറി അവർക്കൊരു പ്രൊഫഷണലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആർക്കും ഒരിക്കലും പ്രൊഫഷണലായിട്ട് ആദ്യം വരാൻ പറ്റത്തില്ല. ആർക്കും ഒരു മോഡൽ, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു മോഡൽ ആദ്യം പ്രൊഫഷണൽ മോഡലായിട്ട് വന്നതല്ല. അവരെല്ലാവരും ഒരു ബേസിക് പഠിച്ച് ഒരു 4-5 ഷോസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അവർ വിളിക്കുന്ന മോഡൽസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതിൽ തെറ്റ് ഇതൊക്കെയാണ്. അപ്പം അത് ഇപ്പം ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള അസോസിയേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അവരുടെ കാര്യം അവർ നോക്കുന്നുണ്ട്. അപ്പോൾ അത് മോഡലിംഗ് കമ്പനീസിന് വണ്ടിയിൽ അടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. മോഡലിംഗ് കമ്പനീസിൽ കുറച്ച് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും പെർഫെക്റ്റ്ലി നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കയ്യിൽ നിന്ന് പൈസ കളഞ്ഞ് ഷോ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഷോ ചെയ്യാൻ നേരത്തെ അവർ ചെയ്യുമ്പോൾ വലിയ ടോപ്പ് ബ്രാൻഡുകൾ വെച്ച് ഷോ ചെയ്യാൻ പറ്റത്തില്ല. മിക്ക ഷോസും ഇപ്പം ഒരു ഫാഷൻ വീക്ക് നടത്തുന്നത്, ഇപ്പം ഓരോരോ ഡിസ്ട്രിക്റ്റിലെ പേര് വെച്ച് ഫാഷൻ വീക്ക് നടത്തുന്നത് സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ടാണ്. ഒരിക്കലും അവർക്ക് സ്പോൺസർഷിപ്പോ വലിയ 10 ലക്ഷം 20 ലക്ഷം ഒന്നും നടക്കില്ല. അവർക്ക് ഒരിക്കലും 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു കൊറിയോഗ്രാഫറിനെ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പായ കൊറിയോഗ്രാഫേഴ്സിനെ വിളിക്കും. ഒരിക്കലും ഒരു 5000 10,000 രൂപ കൊടുത്ത് ഒരു മോഡലിനെ പ്രൊഫഷണൽ മോഡലിനെ വിളിക്കും. അപ്പം സ്റ്റാർട്ടപ്പായിട്ടുള്ള മോഡൽസിനെ വിളിക്കും. പക്ഷേ അവർക്കുള്ള യൂസസ് എന്താണ്? ഈ മോഡൽസ് അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്താൽ അവർക്ക് ഉയർച്ച കിട്ടും. അങ്ങനത്തെ കമ്പനീസ് ചൂസ് ചെയ്യണം. അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് മോഡലിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പം മോഡൽസ് അങ്ങനത്തെ കമ്പനീസ് ചൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടത്, ഈ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഫാഷൻ ഷോസ് അല്ലെങ്കിൽ ആ പേരുള്ള ഫാഷൻ ഷോസിന് എല്ലാവരും നടക്കുന്നുണ്ട്. ഓക്കെ, അതിലെന്തിനാണ് ഇവർ ഗസ്റ്റായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ജഡ്ജായിട്ട് പോകുന്നത്? എന്തിനാണ്? അപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടല്ലേ പോകുന്നത്. അപ്പം അങ്ങനെ ഇഷ്യൂസ് മോഡലിംഗ് ഏജൻസിനെ അത്രയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്തവർ അങ്ങനത്തെ സ്ഥലത്ത് പോകരുത്. അവർ പ്രൊഫഷണലായിട്ട് പഠിച്ച മോഡൽസിനെയും പ്രൊഫഷണലായിട്ട് പഠിച്ച കോർഡിനേറ്റേഴ്സിനെയും പ്രൊഫഷണലായിട്ട് പഠിച്ച ബാക്ക് സ്റ്റേജ് മാനേജേഴ്സിനെയും കൊണ്ട് മാത്രം ഷോ ചെയ്യണം. ഒരിക്കലും മോഡലിംഗ് ഏജൻസിയിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരെ വിളിക്കേണ്ട കാര്യമില്ല, അത്ര പുച്ഛമാണെങ്കിൽ. അങ്ങനെ മോഡലിംഗ് ഏജൻസീസ് കോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ജഡ്ജുമായിട്ടും ഗസ്റ്റായിട്ടും പോകേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന ഒരു ഇതുണ്ട്, ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. അവർ പറയുന്നു ഇങ്ങനെ ഫാഷൻ ഷോ ആ ഫാഷൻ വീക്ക് എന്തർത്ഥത്തിലാണ് ഈ പേരിടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാഷൻ ഷോയിൽ അവരിപ്പോൾ ക്രൗണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും അറിവുള്ളവർ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന, ഇത്രയും പുച്ഛിക്കുന്നവർ, മോഡലിംഗ് കമ്പനീസിനെയും മോഡലിംഗ് ഏജൻസി ഇത്രയും പുച്ഛിക്കുന്നവർ എന്തിനാ ക്രൗണിങ് ചെയ്തു? അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചാനലിൽ കയറി ഇങ്ങനെ പറയുന്നത് വെറും മോശമാണ്. മോഡലിംഗ് ഏജൻസീസ് എല്ലാവരും നല്ലതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അപ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് അവർ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട് അസോസിയേഷൻ ഫുൾ ആകത്തില്ല, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ഫുൾ ആകത്തില്ല. എല്ലാ ഇതിലും സിനിമയാവട്ടെ സീരിയലാവട്ടെ എല്ലാ ഇതിലും ഒരു 10-20% ഇതുണ്ട്, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ അത് മാത്രം ചൂണ്ടിക്കാട്ടി മോഡലിംഗ് ഇൻഡസ്ട്രി CEOസിനെ അടിച്ചവശിക്കുന്നത് വെറും തെറ്റാണ്. അത് നല്ല കമ്പനീസ് ഉണ്ട്, അത് അവർ അക്സെപ്റ്റ് ചെയ്യണം. ഇനിയുള്ള വീഡിയോസ് അവരൊരു റിപ്ലൈ തരുന്നെങ്കിൽ ചെയ്യുന്നെങ്കിൽ അവർ ഇത് നല്ല കാര്യം കൂടെ പറയുക എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, ഫൈൻ. ചേട്ടാ, അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ചേട്ടൻ കേരളത്തിൽ തന്നെ ലീഡിങ് ആയിട്ടുള്ളൊരു ഫാഷൻ ഏജൻസിയും ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഉണ്ട്. ചേട്ടന് വലിയൊരു ടീം ഉണ്ടാവും, ടീം ഓഫ് മോഡൽസ് ഉണ്ടാവും, ടീം ഓഫ് ബാക്ക് സ്റ്റേജ് വർക്കേഴ്സ് ഉണ്ടാവും. ഇത്രയും ടീമിനെ മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ബാക്ക് സ്റ്റാംസ് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്തുക, ചീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ്? അതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അത് ഈ ടൈം പീരീഡിൽ തീരുമെന്ന് എനിക്കറിയില്ല. ഒരുപാടുണ്ട്. ബിക്കോസ് നമ്മളെ കൂടെ നിന്നിട്ട് തന്നെ പണി പഠിച്ചിട്ട് പണ്ടുള്ളവർ പറയില്ലേ, കൂടെ നിന്ന് പണി പഠിച്ചിട്ട് നെഞ്ചിടിച്ചിട്ട് അല്ലെങ്കിൽ കാണിട്ട് പോകുക, അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ടിപ്പർ ഫീൽഡിലായിരുന്ന സമയത്ത് ഏകദേശം 2015 എന്ന് പറയുമ്പോൾ എനിക്ക് പ്രായം ചെറുതാണ്. ഏകദേശം ഒരു 18 വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്, 18-17 വയസ്സ്. ആ സമയത്തൊക്കെ എൻ്റെ ഒരുപാട് പൈസ കയ്യിലുണ്ട്. അതായത് ടിപ്പർ ഓടി വരുന്ന പൈസ എല്ലാം എൻ്റെ ഉണ്ട്. പപ്പ അല്ല ഞാനും കൈകാര്യം ചെയ്യുന്നത്. ആ സമയത്ത് ഒരു രാത്രിയാവാൻ നേരത്തെ എൻ്റെ കൂടെ എൻ്റെ കാറിലല്ലെങ്കിൽ എൻ്റെ ഗോഡൗണിൽ ഒരു 10-30 പയ്യന്മാർ കാണും. അപ്പം കൂടെ നിന്നവരെ എന്നെ ഒറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ദിവസം ഒന്നുമില്ലാതെ ഞാൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പപ്പ അമ്മ മരിക്കുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ നഷ്ടപ്പെട്ട് 0-ൽ ഞാൻ നിന്നിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരും ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പം എപ്പോഴും പറയും, ഞാൻ ഒരുപാട് ഇത് കേട്ടിട്ടുള്ളതാണ്, ഒരു ആപത്ത് കാലം വരാൻ നേരത്ത് വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും കാണത്തില്ല. കാരണം അന്ന് എനിക്ക് പഠിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ബിക്കോസ് എനിക്ക് അന്നൊരു കാർ, എനിക്ക് ഏകദേശം 2008 തൊട്ട് എനിക്ക് കാറുണ്ട്. ചെറുപ്രായത്തിൽ ഞാൻ 12ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച ആളാണ്. അപ്പോൾ അന്നോട്ട് എനിക്ക് വണ്ടിയുണ്ട്, വീട്ടിലെ വണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോകും. അന്നോട്ട് എനിക്ക് ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഈ ബിസിനസ് തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി. അപ്പോൾ എന്നും നമ്മളെ ഗോഡൗണിൽ ഒരു 10-30 പയ്യന്മാർ എപ്പോഴും നമ്മളെ കൂടെ എൻ്റെ കൂടെ കാണും. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. അപ്പം ഞാൻ 0 ആയപ്പോൾ ഇവരാരും ഇല്ലായിരുന്നു. അവരെല്ലാം ഓരോ ഇതിലോട്ട് പോയി തിരക്കി വന്ന് ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല.
അപ്പം പിന്നിൽ നിന്ന് ഒരുപാട് കുത്തിയിട്ട് പിന്നെ ഇൻഡസ്ട്രിയിൽ പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ മീൻ കുത്തുകളൊക്കെ ഒരുപാടാണ്. ഈ ടിപ്പർ ഫില്ലിലെ ഒന്നുമല്ല. ഈ കൂടെ നിന്ന് ഒന്നുമില്ലാതെ നിന്നപ്പോൾ 1-2 പേര് ഞാൻ അങ്ങോട്ട് പോയി വിളിച്ചിടാ എൻ്റെ കൂടെ നിൽക്കി, എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കി നടത്ത് എന്നൊക്കെ നടന്ന് എൻ്റെ കൂടെ കൊണ്ട് നടന്ന് ഒരുപാട് പേരെ പരിചയപ്പെടുത്തി. ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയപ്പോൾ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് എൻ്റെ കമ്പനി ഷെയർ ചോദിക്കാൻ തുടങ്ങി. ലിജിന് ഇനി നീ ഇതിലോട്ടൊന്നും ഇടപെടണ്ട, ലിജിന് ആ പ്രശ്നമില്ലേ ഈ പ്രശ്നമില്ലേ, നമ്മൾ നോക്കിക്കോളാം ഷെയർ. അപ്പോൾ ഞാൻ പറയും ഓൾറെഡി 2019 എനിക്ക് ഇത്രയും ലക്ഷം രൂപ പോയിക്കണം പാർട്ണർഷിപ്പിൽ. അപ്പോൾ ഷെയർ താല്പര്യമില്ല, ഒരു എമൗണ്ട് എഴുതിയെടുത്തോ. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചെയ്യേണ്ട സൈറ്റിൽ അവർ ഈ വർക്ക് ചെയ്യുന്നു. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് അപ്രൂവറാക്കിയ ഒരു വർക്ക് സൈറ്റിൽ ആ ടീം വർക്ക് ചെയ്യുന്നു. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ എല്ലാ ക്ലയൻറ്റും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബട്ട് എനിക്ക് സന്തോഷമുള്ളത് ഞാൻ അപ്പോഴും ഒരു പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല, ഒരു കാര്യത്തിനും ഉടക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു ദേഷ്യമൊന്നും വിളിച്ച് സംസാരിച്ചോ അതൊക്കെ തീർന്നു. അത് അവിടെ ടോപ്പിൽ. പക്ഷേ ഈ ക്ലയൻ്റ് എല്ലാം രണ്ടാമത്തെ വർക്കോട് എന്നെ തന്നെയാണ് വിളിക്കുന്നത്. അത് ഞാൻ ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ആ ക്ലയൻറ്റിനോട് ഞാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അവർ മനസ്സിലാക്കി. എൻ്റെ കൂടെ നിന്നവർ പോയി ചോദിച്ചപ്പോൾ ഓക്കെ വർക്ക് കൊടുത്തു. പക്ഷേ രണ്ടാമത്തോട്ട് എന്നെ തന്നെ അവർ തിരിച്ചു വിളിച്ചു. ആ ക്ലയൻ്റ് എല്ലാം ഇപ്പോഴും എൻ്റെ കൂടെ, ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം റെഡ് FM, റേഡിയോ മിർച്ചി, മാൾ ഓഫ് ട്രാവൻകൂർ, മാൾ ഓഫ് ട്രാവൻകൂർ കയറിയിട്ട് ഏകദേശം ഞാൻ 4-5 വർഷമായി. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ ഇപ്പോഴും അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അവരോട് ഡീൽ ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്ന പ്രൊവൈഡിങ്സ്, ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്ന രീതി. അപ്പം അവരിപ്പം ഫണ്ട് കാണത്തില്ല, ചില ക്ലയൻസിന് ഫണ്ട് കാണത്തില്ല. അപ്പോൾ അവർ പറയും ലിജിനെ ഇത്രേ ഫണ്ടുള്ളൂ നമുക്ക്, പക്ഷേ ഇതിനെ നല്ല രീതി ചെയ്യണം. അത് നല്ല രീതി ചെയ്താൽ നമുക്കും യൂസസ് ആണെന്ന് വെച്ച് നമ്മൾ കയ്യിൽ നിന്ന് സാധനങ്ങളിട്ട് നമ്മൾ ഭംഗിയാക്കി കൊടുക്കും പല പ്രോഗ്രാംസ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം അവർ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പോയി ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നെക്സ്റ്റ് പ്രോഗ്രാം തൊട്ട് അവർ എന്നെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ കൂടെ നടന്ന് സ്വന്തം വീട്ടിൽ താമസിച്ച ആൾക്കാരുണ്ട്, ഒരു 2-3 പേരുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് താമസിച്ച് ഒരേപോലത്തെ ഫുഡ് കഴിച്ച് ഞാൻ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്നു വാശി പിടിച്ച ആൾക്കാരൊക്കെയാണ് പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ പേരിൽ പോലീസ് കേസായി. പിന്നീട് ഒരാൾ ഇറങ്ങിപ്പോയപ്പോൾ വേറൊരു പോലീസ് കേസായി. ഈ കൂടെ നിന്നവർ കൂടെ എൻ്റെ ഇതിൽ പോകാൻ നേരത്ത് ഓരോരോ കേസ്, അങ്ങനെ ഒരു 3 കേസുണ്ട് എൻ്റെ പേരിൽ. ഈ കൂടെ നിന്നവർ എന്തിനാണെന്ന് പോലും അറിയത്തില്ല എനിക്ക്, എന്തിനാണ് അവർ ആ കേസ് കൊടുത്തതെന്നോ എന്തിനാണ് അവർ എന്നെ വിട്ട് പോയെന്നോ ഞാനോട് മിണ്ടാത്തതെന്ന് പോലും എനിക്ക് റീസൺ അറിയത്തില്ല, എന്താണ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഫുൾ നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ ഏകദേശം ഫാഷൻ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് 2022 വരെയാണ്, 2022 2023 വരെ എൻ്റെ കമ്പനി ഫുൾ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്, എൻ്റെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാൾ എൻ്റെ കമ്പനിയിൽ നിന്ന് പോയപ്പോൾ എനിക്കൊരു കേസായി. വേറൊരാൾ ഒരു അനിയനെ പോലെ എൻ്റെ കൂടെ നടന്ന് ഒന്നുമില്ലാതെ, അതായത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്, ചേട്ടാ ഒരു ജോലിയില്ല എന്ന് പറഞ്ഞ ആൾ എൻ്റെ ഫിയാൻസിയും കുറച്ച് ഒരു ഫിയാൻസിയുടെ കൂട്ടുകാരികളും റെക്കമെൻഡ് ചെയ്ത് എൻ്റെ കമ്പനി വന്ന ഒരാൾ എൻ്റെ അനിയനെ പോലെ നടന്ന്, പുള്ളിക്കാരൻ ആദ്യം പറഞ്ഞ ഡിമാൻഡ് ഇതാണ്, ചേട്ടാ എനിക്ക് 25,000 ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യം നടക്കത്തുള്ളൂ. എൻ്റെ കമ്പനിയിൽ അന്നൊന്നും 25,000 ഇല്ല. അന്ന് എൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ സ്റ്റാർട്ടിങ് സാലറി 15,000 പ്ലസ് ബാറ്റ അങ്ങനെയൊക്കെയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഞാൻ 25,000 പ്ലസ് ബാറ്റ ഞാൻ കൊടുത്താണ് പുള്ളിനെ, കാരണം വീട്ടിലെ സിറ്റുവേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ നോക്കിയ ആൾ ഒരു 8 മാസം ഏകദേശം 1 വർഷം അടുപ്പിച്ച് എൻ്റെ കൂടെ നിന്നിട്ട് നല്ലൊരു പണി തന്നിട്ട് വീണ്ടും ഒരു പോലീസ് കേസ് എൻ്റെ പേരിൽ. അപ്പോൾ കൂടെ നിന്ന് ചതിക്കാൻ ഒരുപാട്. ബിസിനസ്സിൽ ആരെയും വിശ്വസിക്കരുത്. ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് ഇത്രയും വർഷം, 2009 തൊട്ട് ഇത്രയും വർഷം ബിസിനസ്, ഇത്രയും നാൾ ഞാൻ മനസ്സിലാക്കിയത് ബിസിനസ്സിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പാടില്ല, ആരെയും വിശ്വസിക്കാൻ പാടില്ല. സ്വന്തം വീട്ടുകാർ, പപ്പ അമ്മ അവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ അവരെ മാത്രം വിശ്വസിക്കുക, അവർ പറയുന്നത് കേൾക്കുക. അല്ലാതെ ആരെന്ത് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് ചാടിയാലും അത് പ്രശ്നങ്ങളാണ്. ഒരു പ്രശ്നം പറ്റിയാൽ ആരും കൂടെ കാണത്തില്ല. 1 രൂപ കയ്യിലില്ലാതെ നോക്ക്, ഒരു ജോലിക്കാരും കൂടെ ഉണ്ടാകത്തില്ല. ഒരു ദിവസം ശമ്പളം തെറ്റി അവരാരും ഇവിടെ നിന്ന് പൈസ കിട്ടില്ല, ഞാൻ പോണ്, അങ്ങനെ പറയുന്നതാണ് കാലം. അപ്പം ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കുക, ബാക്കി കൂടെ നിൽക്കുന്നവരെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തു കൊടുക്കുക. അല്ലാതെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി അനിയൻ ചേട്ടാ ഞാൻ വീട്ടിൽ താമസിച്ചോളാം അല്ലെങ്കിൽ അനിയനാണ് എന്ന് ഒന്നും നമ്മൾ നോക്കില്ല. അവർക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു ഓഫറിങ് ചെയ്യാം, ഇത്ര ഇത് ഇരിക്കട്ടെ, നിൻ്റെ ആവശ്യത്തിന് ഇരിക്കട്ടെ, അല്ല ഒരിക്കലും കൂടെ നടത്തരുത്. ഞാൻ പഠിച്ച പാഠമാണ്. ഇപ്പം രാംജി തോജ എന്ത് ചീറ്റിംഗ് കിട്ടിയിട്ടുള്ളത്, ആ ചീറ്റിംഗ് കിട്ടിയിലൂടെ ഞാൻ പഠിച്ച പാഠമാണ്. എന്തിന് ഗതികേട് പറഞ്ഞ് വന്നാലും, എന്തൊക്കെ ഇനി ഗതി, ഇനി വീട്ടിൽ ഫുഡില്ല, ഇനി മരിക്കാൻ കിടക്കണമെന്ന് പറഞ്ഞാലും കുറച്ച് പൈസ എടുത്താൽ കൊടുക്കുക, പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊടുക്കുക. അല്ലാതെ ഒരിക്കലും കൂടെ നിർത്തരുത്. കൂടെ നിർത്തിയാൽ
നമ്മൾ വിശ്വസിച്ചാൽ, അല്ലെങ്കിൽ അവരെ നിർത്തേണ്ട ഒരു സ്റ്റാഫായിട്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യും, എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്താൽ പേയ്മെൻറ്റ് ഇങ്ങനെ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞ് നിർത്തുക. അല്ലാതെ അവരെ സഹതാപം നോക്കി നമ്മൾ കൂടെ നിർത്തിയാൽ 8ൻ്റെ പണിയാണ്. 8ൻ്റെ പണി കിട്ടിയിട്ടുള്ളതാണ് പറഞ്ഞത്. എൻ്റെ കൂടെ നിന്നവർ എന്നെ തീർക്കാൻ വരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ നിന്ന് പോയവർ വെളിയിൽ പോയതിനു ശേഷം എന്നെ തീർക്കാൻ വരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണിനെ കൊല്ലണമെന്നുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്കാർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ തീർക്കണമെന്നൊരു കൊട്ടേഷൻസ് വന്നിട്ടുണ്ട്. ആ കൊട്ടേഷൻസ് വരുന്നത് ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന എൻ്റെ ഫ്രണ്ട്സായ എൻ്റെ ചേട്ടന്മാർക്കാണ് കൊട്ടേഷൻ പോകുന്നത്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അപ്പം ഇവിടെ ഉള്ളവർ, ട്രിവാൻഡ്രത്തുള്ളവർ തന്നെ എനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് ലോങ് ആണ്. ആ ലോങ്ങിലെ കൊട്ടേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പം അത്യാവശ്യം അവരെയൊക്കെ അറിയാവുന്നത് കൊണ്ടും അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടും പല ഇതിനും ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടും മാത്രമാണ് ഞാൻ ജീവനോടിരിക്കുന്നത്. അപ്പം ഒരാളെ കൂടെ നിർത്തിയാൽ അവർ പിന്നിൽ നിന്ന് കുത്തി നമ്മളെ തീർക്കാനാണ് നോക്കുന്നത്. ലിജിൻ എണീച്ച് നടക്കണ്ട, അല്ലെങ്കിൽ ലിജിൻ എണീച്ച് കിടന്ന അവന് പ്രോഗ്രാംസ് ഉണ്ട്, ലിജിൻ കിടക്കണം, ലിജിൻ്റെ കൈയും കാലം ഒടിച്ചിടണം, കൊല്ലണ്ട, ഒടിച്ചിട്ടാൽ മതി. ഫിയാൻസി നല്ല രീതിയിൽ കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ട്, അവളെയും തീർക്കണം. അതൊക്കെയാണ് കൊട്ടേഷൻസ് രീതിയൊക്കെ വേറെ ലക്ഷങ്ങൾ ഓഫറിംഗ് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരെയും വിശ്വസിക്കരുത്. ആരെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു വന്നാൽ അവർക്ക് പറ്റുന്ന ഒരു പേയ്മെൻറ്റ് കൊടുത്ത് സഹായിക്കുക, അല്ല കൂടെ നിർത്തരുത്. അതാണ് എനിക്ക് ഈ ചതിയിൽ കൂടെ പഠിച്ച കാര്യം. എന്താണ് ചേട്ടാ ഈ AMO? എന്താണ് ഈ അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ AMOയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചേട്ടൻ്റെ വിഷൻ എന്താണ്? അതേപോലെ ഈ AMO എങ്ങനെയാണ് തുടങ്ങിയത്? ലൈക്ക് അതിൻ്റെ ഒബ്സ്റ്റക്കിൾസ് എന്താണ്? ഈ AMOയുടെ ബാക്കിൽ ഈ AMO നടത്തിക്കൊണ്ടുപോകാൻ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എന്തുമാത്രം ചേട്ടൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? AMO തുടങ്ങാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് 2022 ആണെന്ന് തോന്നുന്നു, 2022-23 ഒരുപാട് ഇഷ്യൂസാണ് ആ സമയത്തൊക്കെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ. മോഡൽസിൻ്റെ പ്രശ്നം, മോഡലിംഗ് കമ്പനീസിൻ്റെ പ്രശ്നം, കൊറിയോഗ്രാഫിൻ്റെ, അതായത് മോഡൽസ് പേയ്മെൻറ്റ് കൊടുത്ത സ്ഥലത്ത് പോയി അവർക്ക് പ്രൊവൈഡിങ്സ് കിട്ടുന്നില്ല, ഇഷ്യൂസ്. അതൊന്ന് ഒരു ഷോ അനൗൺസ് ചെയ്യുന്നു, മോഡൽസിന് പ്രൊവൈഡിങ്സ് ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ആരും ഒരു ഷോ നടത്തുന്നു, കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, പോകുന്നു. അതായിരുന്നു ഇടയ്ക്കത്തെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും കാസ്റ്റാലിയ ഗ്രൂപ്പിൻ്റെ MD ജിഷ്ണുവും കൂടിയാണ് നമ്മളിങ്ങനെ ഒരു പ്ലാനിങ് ഇടുന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ AMO സ്റ്റാർട്ട് ചെയ്യുന്നത്. AMO സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു, പക്ഷേ ആരും ഇപ്പോഴും അത് പാലിക്കുന്നില്ല. പക്ഷേ അന്നത്തെ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ മോഡൽസിന് പ്രൊവൈഡിങ്സ് കറക്റ്റല്ല, അല്ലെങ്കിൽ കൊറിയോഗ്രാഫേഴ്സിന് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഒരു ഷോ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കറക്റ്റായി കിട്ടുന്നില്ല. അപ്പം ഫുൾ വഴിതെറ്റി കിടക്കുകയെന്ന് ഫാഷൻ ഇൻഡസ്ട്രി ആ സമയത്ത്. അപ്പോൾ അതിനുശേഷം AMO വന്നു. AMO കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതായത് ഒരു മോഡൽ ഒരു ഷോ ചെയ്യുന്ന മുമ്പ്, അല്ലെങ്കിൽ ഒരു മോഡലിംഗ് കമ്പനിക്ക് ചേരുന്ന മുമ്പ്, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോ ചെയ്യുന്ന മുമ്പ് അവരെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒരു അസോസിയേഷൻ ത്രൂ ചെക്ക് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നു ആസ് എ പ്രസിഡൻറ്റ് എൻ്റെ ഒരു പേഴ്സണൽ കോൺടാക്റ്റുള്ള കുറച്ച് കിഡ് മോഡൽസും പേഴ്സണായിട്ട് അവർ മാത്രമേ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഷോ വന്നിട്ടുണ്ട്, ചെയ്യാമോ, ഒന്ന് തിരക്കിയിട്ട് പറയാമോ, കുറച്ച് പേര് അറ്റ്ലീസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ ചോദിച്ച് ഒരു ജെന്യൂനിറ്റി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ ഒരു ഷോ നടക്കത്തുള്ളൂ. ഒരു മോഡൽ ഒരു കമ്പനി ചേരുന്നത് അവരെ ഫുൾ ഡീറ്റെയിൽസ് നേടണം. മോഡലിംഗ് കമ്പനി എന്തൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ CEO ആരാണ്, അവരുടെ ഓഫീസ് എവിടെയാണ്, അവരുടെ കൊറിയോഗ്രാഫർ ആരാണ്, അവരുടെ മേക്കപ്പ് ടീം ആരാണ്, അവർക്ക് കോസ്റ്റ്യൂം കൊടുക്കുന്നത് ഏത് കമ്പനിയാണ്, ഇതിനെ കറക്റ്റ് ചെക്ക് ചെയ്തിട്ടായിരിക്കണം ഒരു മോഡലിംഗ് കമ്പനി ചേരാൻ. രണ്ടാമത്തേന്ന് പറയാൻ ഒരു ഷോ ചെയ്യാൻ നേരത്ത് നമ്മൾ ഒരു പേരിന് വേണ്ടി, കാരണം പല ഷോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അവർ ഒരു ഷോ അനൗൺസ് ചെയ്യുന്നു, കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൊഡക്ഷൻ വിങ്ങിൽ നിന്ന് ബാക്ക് സ്റ്റേജിൽ ഞാൻ ഉണ്ട്, കൺസോളിൽ ഞാൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഫുൾ 360 എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർ ഒരു ഷോ അനൗൺസ് ചെയ്യുന്നു, ഷോ എങ്ങനെയൊക്കെ നടന്നങ്ങ് പോകുന്നു. അങ്ങനെ ആവരുത്. അത് എക്സ്പീരിയൻസ് കുറവാണ് അതിൽ. പക്ഷേ ഈ കിഡ് മോഡൽസും ക്യൂ ആണ് അതിൽ നിൽക്കാൻ. അപ്പം 1-2 ഷോസ് അവരങ്ങനെ ചെയ്യാൻ നേരത്തെ അവർ മടുക്കും, ചെയ്യുന്ന എല്ലാ ഷോസും ഇങ്ങനെ. അപ്പം AMO തുടങ്ങിയത് അതിനൊക്കെയാണ്, അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരാം. പക്ഷേ ഇതിലുള്ള മെമ്പേഴ്സ് പോലും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഓൾറെഡി ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് അവോക്കി റിസോർട്ട് വെച്ച് നടന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഒരു ഷോ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ AMO അപ്രൂവ് ചെയ്ത ഷോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ AMO അപ്രൂവ് ചെയ്ത ഷോ ഒരു ഷോ വെച്ചാൽ AMOനെ അറിയിച്ചിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ച് അതൊരു അപ്രൂവ് എടുക്കണമെന്ന് നമ്മൾ ഓൾറെഡി CEOസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോ ഡയറക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും കേൾക്കുന്നില്ല. കേൾക്കാത്ത കാര്യം എന്ന് പറയാൻ നേരത്ത് അവർ എന്ത് ഷോ വെച്ചാലും പോകാൻ മോഡൽസ് ഉണ്ട്, അല്ലെങ്കിൽ കിഡ് മോഡൽസ് ഉണ്ട്. അവർ എന്ന് അസോസിയേഷൻ പറയുന്നത്, അതായത് AMOയിൽ ഇപ്പോൾ ഏകദേശം 400-500 മെമ്പേഴ്സ് ഉണ്ട്. ഈ 500 പേര്, അത് മോഡൽസ് ഉണ്ട്, മോഡലിംഗ് കമ്പനി CEOs ഉണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റേഴ്സ് ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കിഡ് മോഡൽസ് ഉണ്ട്. ഈ 500 പേര്, അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ 2 അസോസിയേഷൻ ഉണ്ട്, AMO, IMFA. AMO അസോസിയേഷൻ ഓഫ് മോഡൽസ് ആൻഡ് ഓർഗനൈസേഴ്സ്. അപ്പോൾ ഇതിൽ 500 മെമ്പേഴ്സ്
അസോസിയേഷൻ പറയുന്നത് എന്ന് അവർ കേൾക്കുമോ അന്ന് തൊട്ടേ പ്രശ്നങ്ങൾ തീരത്തുള്ളൂ. അതായത് ഒരു ഷോ ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു മേക്കപ്പ് റൂം ഉണ്ടോ, അവർക്ക് ഫുഡിങ് അല്ലെങ്കിൽ വെള്ളം വാട്ടർ എല്ലാം അവിടെ അവൈലബിൾ ആണോ, അവർക്കുള്ള പ്രൊവൈഡിങ്സ് എല്ലാം കിട്ടുന്നുണ്ടോ, അവർ കറക്റ്റ് സമയത്താണ് സ്ലോട്ട് ഇറങ്ങുന്നത്, ആ മോഡലിംഗ് കമ്പനി ഏജൻസി രജിസ്റ്റേർഡ് ആണോ, അവർ നേരത്തെ ഷോസ് ചെയ്തിട്ടുണ്ടോ, അവർ കൊറിയോഗ്രാഫർ ആരാണ്, ജഡ്ജസ് ആരാണ്, എങ്ങനെയാണ് മാർക്ക് ലിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ലിസ്റ്റ് എല്ലാം എടുത്ത് അതൊരു അപ്രൂവ്ഡ് ആക്കണം. അസോസിയേഷൻ നിന്നൊരു അപ്രൂവ്ഡ് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അങ്ങനെ ഒരു ഇതൊക്കെ എയിമുണ്ട്. പക്ഷേ ആരും അത് പാലിക്കുന്നില്ല. എല്ലാവരും ഷോ അനൗൺസ് ചെയ്യുന്നു, ചെയ്യുന്നു അങ്ങ് പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു അപ്രൂവ്ഡ് ലൈസൻസ് ഉള്ള ഷോ, അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഷോസിന് മാത്രമേ ഇനി എമോ മെമ്പേഴ്സ് പോകത്തുള്ളൂ എന്നൊരു നിർബന്ധം കൊണ്ടുവന്നാൽ ഈ ഇഷ്യൂസ് എല്ലാം മാറും. ഷോസ് നല്ലതാവും, ക്ലാസ് ആവും, പ്രൊഡക്ഷൻ. ഇപ്പം കല്യാണ മണ്ഡപത്തിൽ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഓക്കെ, എനിക്കൊരു പ്രൊഡക്ഷൻ ലിസ്റ്റ് വന്നതാണ്. ഞാൻ ചോദിച്ചു എവിടെയാണ് വെന്യൂ, ചേട്ടാ കല്യാണം ഉണ്ടോ, അത് ഒരു ടെമ്പിൾ ഇതിൻ്റേതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ എവിടെയും ചെയ്തോളൂ. ഇല്ല ചേട്ടാ നമുക്ക് ബഡ്ജറ്റില്ല, ഇവിടെ ഒരു 10,000 രൂപ കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ആരെയും കൊടുത്ത് ചെയ്തോളൂ. ഇവിടെ വെച്ച് നടന്ന ഷോ ആണ്, അത് ഏകദേശം ട്രിവാൻഡ്രം സൈഡിൽ എവിടെ വെച്ച് കറക്റ്റ് സ്ഥലം ഓർമ്മയില്ല, എവിടെ നടന്ന ഷോ ആണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ഫാഷൻ ഷോയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഫാഷൻ ഷോ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ നേരത്തെ ആ ഷോ നടത്തുന്നവർ അറ്റ്ലീസ്റ്റ് നല്ലൊരു സ്പേസ് എടുക്കുക, നല്ലൊരു പ്രൊഡക്ഷൻ ചെയ്യുക. ചുമ്മാ 2 ലൈറ്റിന് റാമ്പ് കിട്ടുന്ന കൊണ്ട് ഫാഷൻ ഷോ ആകത്തില്ല. ഫാഷൻ ഷോ ഞാൻ ചെയ്യുന്നത് 50,000 രൂപയ്ക്ക് ചെയ്യുന്നുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. 10 ലക്ഷം ചെയ്യുന്നത് വേറെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 50,000 രൂപയ്ക്ക് ചെയ്യുന്നത് 2 ലൈറ്റ് നമ്മൾ കൊണ്ടുവച്ച് ജസ്റ്റ് ഒരു ഫാഷൻ ഷോ. അത് ഞാൻ ചെയ്യുന്ന ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്കിപ്പോൾ 2 ഷോ എടുക്കാതെ എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ എൻ്റെ വർക്കേഴ്സ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കണം. അപ്പം നമുക്കത് എടുത്തേ പറ്റും. അപ്പം രണ്ട് തരത്തിൽ കിടക്കണം. അപ്പം ഷോ നടത്തുന്നവർ അറ്റ്ലീസ്റ്റ് നല്ലത് ഷോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ്, മോഡലിംഗ് കമ്പനി സിഇഒസും മോഡൽസും ഒരു നിർബന്ധം കാണിക്കുക, ഇങ്ങനത്തെ ഷോസിൽ നമ്മൾ പോകത്തില്ല, നല്ല പക്ക ഫാഷൻ ഷോസിൽ മാത്രമേ നമ്മൾ ഇനി പോകത്തുള്ളൂ എന്നൊരു വാശി കാണിച്ചാൽ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു മാറ്റം ഉണ്ടാകും, കേരളത്തിലൊരു മാറ്റം ഉണ്ടാകും. എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ഈ അസോസിയേഷൻ തുടങ്ങിയതും അസോസിയേഷൻ ഇങ്ങനത്തെ ഒരു അജണ്ട കൊണ്ടുവന്നു. ആരും പാലിക്കുന്നില്ല. നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് ചെയ്ത മോഡൽസ് പോലും പാലിക്കുന്നില്ല. എന്ന് നമ്മൾ എമോയിൽ നിൽക്കുന്ന മോഡൽസ് ഇത് പാലിക്കുമോ? ഇങ്ങനെ ഒരു അപ്രൂവ്ഡ് ഷോയ്ക്ക് മാത്രമേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ രജിസ്ട്രേഡ് കമ്പനിയുടെ ഇതിൽ മാത്രമേ മോഡലായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നൊരു നിർബന്ധം എടുത്താൽ അന്ന് നന്നാവും ഈ ഫാഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മോഡലിംഗ് ഏജൻസീസ്. അങ്ങനെ കുറച്ച് കമ്പനീസ് തെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പലവരും ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നത്. അവർ പറയുന്ന കുറ്റം കറക്റ്റാണ്, പക്ഷേ അത് എല്ലാവർക്കും ഇല്ലെങ്കിലും ഒരു 20-30 ഒരു കുറച്ച് കമ്പനീസ് ഇത് കാണിക്കുന്നു. ഇപ്പോഴും ഒരു ഷോ ഇടുന്നു, കുറേ മോഡൽസ് വന്ന് വാക്ക് ചെയ്യുന്നു, പോകുന്നു, കറങ്ങുന്നു, ചില്ലടിക്കുന്നു, പോകുന്നു, ട്രാക്ക് യൂസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ്, ചെറുതായിട്ടുള്ളത് കൊണ്ടാണ് അവർ കുറ്റം പറയുന്നത്. അങ്ങനെ ഒരു സംഭവത്തിലല്ല ഫാഷൻ ഇൻഡസ്ട്രി. അപ്പം അങ്ങനെ നടക്കുന്ന മോഡൽസ് കാണാം, അവരങ്ങോട്ട് പോയിക്കോട്ടെ. അങ്ങനെ നടക്കുന്നവർ അങ്ങനെ നടന്നേ പറ്റും. നമ്മൾ ഒന്നും നിർബന്ധമില്ല, നമ്മളാരും പിടിച്ച് വലിച്ചും കൂടെ കൊണ്ടുവരുന്നില്ല. അവർ നടന്നേ പറ്റും, അങ്ങോട്ട് പോയിക്കോട്ടെ. പക്ഷേ നല്ല ഷോസ്, ഞാൻ പ്രൊഫഷണലായിട്ട് മോഡലാവണം അല്ലെങ്കിൽ നല്ലൊരു കൊറിയോഗ്രാഫർ ആവണമെന്ന് പക്ക നിർബന്ധമുള്ള ആൾക്കാർ എയിമ മാത്രമല്ല, കേരളത്തിലുള്ള 2 അസോസിയേഷൻസിൽ ഇങ്ങനത്തെ മറ്റേ അസോസിയേഷൻ ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. എയിമോയിലുള്ള ഇങ്ങനത്തെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് അങ്ങനെ ചെയ്താൽ ഫാഷൻ ഇൻഡസ്ട്രി മാറും. അതിനുവേണ്ടിയാണ് എയിമ കൊണ്ടുവന്നത്. എയിമ തുടങ്ങിയ സമയത്ത് ഇപ്പം രാംജിത്ത് ചോദിച്ച പോലെ അസോസിയേഷൻ തുടങ്ങിയ സമയത്ത് അറിയാമല്ലോ, ഇഷ്യൂസ് ഒരുപാടുണ്ട്. എന്നെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്ത് വരെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ പ്രൊഡക്ഷനെ വരെ അത് ബാധിച്ചു. അതായത് എനിക്ക് അന്ന് ഒരുപാട് ഓഫേഴ്സ് വന്നു, ലിജിനെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മാറി ഇഞ്ഞവ നമുക്ക് ഇവിടെ നിൽക്കാം എന്നാൽ കേരളത്തിൽ എല്ലാ ഫാഷൻ ഷോയും പ്രൊഡക്ഷൻ ചെയ്യണം ലിജിനായിരിക്കും എന്ന എഗ്രിമെൻറ്റ് വരെ തരാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അന്ന് എന്നിട്ട് എന്നെ ഫുൾ ബ്ലോക്ക് ചെയ്ത് എന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്നേ പ്രൊഡക്ഷൻ ചെയ്യേണ്ട എന്നൊരു ബ്ലോക്കിലോട്ടാക്കി. അതായത് ഒരു ടീം മൊത്തത്തിൽ എന്നെ അങ്ങ് മാറ്റി. ഞാൻ ഈ അസോസിയേഷൻ വരുന്ന മുമ്പ് കേരളത്തിൽ മിക്ക ഫാഷൻ ഷോസും ട്രിവാൻഡ്രം ഫെസ്റ്റ് പ്രൊഡക്ഷൻസാണ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ അസോസിയേഷൻ വന്ന സമയത്ത് ഒരു 2 ചേരിയായി, എന്നെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. എന്നിട്ട് അത് മാത്രമല്ല പല നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ക്ലയൻറ്റുകളെ വിളിച്ച് പറയാൻ തുടങ്ങി. ലിജി അതാണ് ഇതാണ് 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 എന്നുള്ള പല നെഗറ്റീവ് കാര്യങ്ങളും എൻ്റെ വെൻഡേഴ്സിനെ വിളിച്ച് പറയാൻ തുടങ്ങി, എൻ്റെ ക്ലയൻസിനെ വിളിച്ച് പറയാൻ തുടങ്ങി. ഏകദേശം അസോസിയേഷൻ തുടങ്ങി ഒരു 4-5 മാസം സത്യം പറഞ്ഞാൽ ഈച്ചടിയായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് അത്ര ഇഷ്യൂ ഇല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് സ്വന്തമായിട്ട് സാധനങ്ങളില്ല. അന്ന് എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, തുച്ഛമായ ഒരു 5-6 ലക്ഷം രൂപ സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ ഇന്ന് കമ്പനി നിൽക്കുന്ന ഒരു 2-3 crore എബോവ് സാധനങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് അന്നത് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ അന്ന് എനിക്ക് വലുതായിട്ട് അത് ബാധിച്ചില്ല എന്നെ ഒതുക്കിയിട്ട്. പക്ഷേ അതെല്ലാം ഞാൻ തിരിച്ചു കയറി വന്നു. നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അസോസിയേഷൻ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. അസോസിയേഷൻ പറഞ്ഞ പോലെ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ മാറ്റം വരണമെങ്കിൽ അസോസിയേഷൻ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് മെമ്പേഴ്സിനും കേൾക്കണം. അങ്ങനെ അവർ കേട്ടാൽ ഒരു മാറ്റം ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ അസോസിയേഷൻ തുടങ്ങിയത്.
ഓക്കെ. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് മോഡലിംഗ് കമ്പനീസ് വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ മോഡലിംഗ് കമ്പനീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ മോഡൽസും അവർ ഹയർ ചെയ്യുന്ന പുതിയ മോഡൽസും പുതിയ ഡിസൈനേഴ്സും പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റും അങ്ങനെ ഒത്തിരി അത് സംബന്ധമായ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരു AMOയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഓണർ എന്ന നിലയിൽ ഈ കമ്പനീസിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് എന്താണ്? എനിക്ക് CEOസിൻ്റെ അടുത്ത് പറയേണ്ടത് അവർക്കൊരു ബിസിനസ്സായിട്ട് കാണാം. ഓക്കെ, ഞാൻ ഇത്രയും വർഷം ഞാൻ ഈ സ്ലോട്ടും ഫാഷൻ ഷോസും ചെയ്ത ഇതിൽ ഓപ്പണായിട്ട് എനിക്ക് പറയാൻ പറ്റും, ഒരു ഫാമിലിക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇതാണ് ഫാഷൻ ഷോ അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തിയാൽ. പക്ഷേ അത് നടത്തുന്നത് പക്ക കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം. ഒരു പ്രോപ്പർ സർട്ടിഫിക്കറ്റ് എടുക്കണം, ഒരു ലൈസൻസ് എടുക്കണം, കമ്പനി GST ഇതായിരിക്കണം, അതായത് വാങ്ങിക്കുന്ന ഫണ്ടിങ്ങും ഇതെല്ലാം റെസിപ്റ്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യണം. എന്ത് വന്നാലും ഇനി ഷോ എത്ര നഷ്ടമാണെങ്കിലും പ്രൊവൈഡിങ്സ് പറയുന്ന കാര്യങ്ങൾ പ്രൊവൈഡിങ്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ CEOസിന് ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആര് പുണ്യത്തിനൊന്നും അല്ല ഇത് ചെയ്യുന്നത്, ഓപ്പണായിട്ട് എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്രയും മുക്കിൽ കമ്പനീസ് തുടങ്ങുന്ന അവരെ ചിന്ത എന്താണ്, ഒരു ഷോ 10 മോഡൽസ് 2000-3000 വെച്ച് കിട്ടും, 30,000 രൂപ, അവിടെ എല്ലാം കൂടെ ഒരു 10-20,000 കിട്ടും എന്നൊരു ചിന്തയിലാണ് തുടങ്ങുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു ബിസിനസ് ഇതും കൂടിയാണ്. പക്ഷേ ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇതും കൂടിയാണ്. പക്ഷേ അവർ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യണം. അല്ല ചുമ്മാ ഒരു ലോഗോ, ഇന്ന കമ്പനി, ഒരു പ്രൊഫൈൽ, ഒരു ഇൻസ്റ്റാ ID ഇതെല്ലാം വെച്ച് തുടങ്ങുന്നതല്ല. ഒരു പക്കയായിട്ട് ഒരു ലൈസൻസ് എടുത്ത് ചെയ്യുന്ന ഒരു കമ്പനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം CEOs. മോഡൽസിൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ടതുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാഷൻ ഷോസും മോഡലിംഗ് കമ്പനീസും നല്ല സെലക്ട് ചെയ്യുക, നല്ല കമ്പനീസ് നോക്കി സെലക്ട് ചെയ്യുക, അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനി പോകണം, ആ കമ്പനി എന്തൊക്കെ ഷോസ് ചെയ്തു, ആരാണ് അതിൻ്റെ CEO, എന്തെങ്കിലും ഇഷ്യൂസുള്ള കമ്പനിയാണോ, നേരത്തെ മോഡൽസിൻ്റെ ഫീഡ്ബാക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലുള്ളത്. മോഡൽസ് ഈ 2 കമ്പനിയും അപ്രൂവ്ഡ് ആണോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്താൽ ഓക്കെ, അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അവർക്ക് നല്ലൊരു വളർച്ച ഫാഷൻ ഇൻഡസ്ട്രി കൊണ്ട് കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പം പലർക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് പ്രൊഫഷണൽ ഒരു ഇതാവാം, എനിക്ക് ഒരു നേട്ടം ഉണ്ടാക്കാമെന്ന് അത്ര വിശ്വസിച്ച് വരുന്നവർക്ക് നല്ലൊരു നേട്ടം ഉണ്ടാക്കുന്ന സ്ഥലത്തുമാണ് ഫാഷൻ ഇൻഡസ്ട്രി. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന രീതിയും കൂടെ മാറണം, നല്ല സെലക്ഷൻസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ അസോസിയേഷൻ ഓഫ് മോഡൽസ് ആൻഡ് ഓർഗനൈസേഷൻസിലെ ഏറ്റവും വലിയ 2 ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മളുടെ ആൻറ്റി ഡ്രഗ് സ്ക്വാഡ് സെല്ലും അതേപോലെ കംപ്ലയിൻറ്റ് സെല്ലും. ഇതിൻ്റെ ഒരു മാപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ ഒരു തോട്ട്? ആൻറ്റി ഡ്രഗ്സ് കോഡ്, AMO ആൻറ്റി ഡ്രഗ്സ് കോഡ് കൊണ്ടുവന്നത് ഒരുപാട് ഇഷ്യൂസ് ഇപ്പം വരുന്നുണ്ട്. ഡ്രഗ്സിൻ്റെ ഇഷ്യൂസ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് ഫാഷൻ ഷോ നടത്തുന്നിടത്ത് അത് സെയിലിംഗ് ആണ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് മീഡിയയിൽ വന്നിട്ടുണ്ട്. അവിടെ സെയിൽ നടക്കുന്നുണ്ട്, മോഡൽസിനെ കൊണ്ടുവരുന്നത് ഡ്രഗ് യൂസ് ചെയ്യാനാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ AMO ആൻറ്റി ഡ്രഗ്സ് കോഡ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം AMO അസോസിയേറ്റിന് എല്ലാ ഷോസിലും ഡ്രഗ്സ് കോഡിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ പണ്ട് ഈ ഫാഷൻ ഇൻഡസ്ട്രി പറയുന്ന സമയത്ത് മേക്കപ്പ് റൂമിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന മോഡൽസ് ഉണ്ടായിരുന്നു. ലിക്കർ യൂസ് ചെയ്തിട്ട് ബിയർ യൂസ് ചെയ്തിട്ട് റാമ്പി കയറുന്ന മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു കളിയാണതല്ല, അവർ പ്രൊഫഷണലായിട്ടല്ല ചിന്തിച്ചിരിക്കുന്നത്. ബട്ട് ഡ്രഗ്സ് കോഡ് വന്നതിന് ശേഷം അതെല്ലാം നിയന്ത്രണമായി. എൻ്റെ കൺമുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ ഞാൻ ബാക്ക് സ്റ്റേജിൽ കോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്നവരും AMO അസോസിയേഷൻ ഷോയിലും AMO ആൻറ്റി ഡ്രഗ്സ് കോഡ് ഉള്ള സ്ഥലത്ത് ഇതൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആസ് എ പ്രസിഡന്റ് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ബാക്ക് സ്റ്റേജിൽ ഞാൻ കാണും എന്തായാലും. മേക്കപ്പ് റൂമിൽ എനിക്ക് ഫുൾ എൻട്രി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ചെക്കിങ് ഇപ്പം 1-2 സ്ഥലത്ത് ഞാൻ പിടിച്ച് വാണിംഗ് കൊടുത്ത് വിട്ടു. അപ്പോൾ അതേപോലെ ഡ്രഗ്സ് കോഡ് കൊണ്ടുവന്ന അതിനാണ് ഈ സ്ഥലത്ത് വെച്ച് കിടക്കുന്ന വണ്ടിയിലുള്ള മദ്യപാനം, വണ്ടിയിലിരുന്നുള്ള മദ്യപാനം, പിന്നെ അവിടെ കിടന്നുള്ള പ്രശ്നങ്ങൾ. ഈ മദ്യപിക്കുവാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ മദ്യപിച്ചുകൊണ്ട് റാമ്പി കയറുക, മേക്കപ്പ് റൂമിൽ സിഗരറ്റ് വലിക്കുക, ഡ്രഗ് യൂസിൻ്റെ ഇത് വരാൻ കാണാൻ നേരത്ത് നമ്മൾ പോലീസായിട്ടൊരു ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടുത്തെ നമ്മൾ ഷോ ചെയ്യാൻ നേരത്ത് ആ സ്റ്റേഷൻ പരിധിയിൽ നമ്മൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടെന്നും അസോസിയേഷൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്നും ഈ ഷോ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ അപ്പോഴേ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ആൻറ്റി ഡ്രഗ്സ് കോഡ്. അപ്പോൾ അതേപോലെ ആൻറ്റി ഡ്രഗ്സ് കോഡിന് ഒരു നമ്പർ ഉടനെ റിലീസ് ചെയ്യും, ഒരു നമ്പർ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ഷോയ്ക്ക് ഇങ്ങനെ കാണുന്ന നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മദ്യപിക്കുന്നതോ, വണ്ടിയിൽ നിന്ന് മദ്യപിക്കുന്നതോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നത് കണ്ടാൽ അവർക്ക് അപ്പോഴേ തന്നെ ആ 12 നമ്പറിൽ വിളിച്ച് പറയാം. ഇനിയുള്ള എല്ലാ ഷോയിലും AMO അസോസിയേഷൻ എല്ലാ ഷോയിലും AMO ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടാവും. നമ്മൾ പ്ലാനിങ് ഉള്ളതാണ്. ഞാൻ ഇപ്പം ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് എല്ലാം. ഓൾറെഡി നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത് തന്നെ അതൊക്കെ ചെയ്തുകൊണ്ട് വരികയാണ് ഓരോ കാര്യങ്ങളായിട്ട്. നമ്മൾ നേരത്തെ അതൊക്കെ ഓൾറെഡി പത്രസമ്മേളനത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനിയുള്ള എല്ലാ ഷോയിലും AMO ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവർക്ക് എന്തുണ്ടെങ്കിലും അവിടെ ഷോ എന്നിപ്പം ഒരു മോഡലിന് പ്രൊവൈഡിങ് കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, ജഡ്ജ്മെൻറ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ AMO ഹെൽപ്പ് ഡെസ്കിൽ അപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. അവർ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അതേപോലെ ഇങ്ങനെ ഡ്രഗ് യൂസിങ് ഇപ്പോൾ ഫുൾ ഇഷ്യൂസ് ഇതാണ്, കേരളം ഫുൾ ഡ്രഗ് ഇതാണെന്ന് പറയുന്നത്. അപ്പം ഫാഷൻ ഷോയിൽ അത് ബാധിക്കുന്നുണ്ട്.
ഫാഷൻ ഷോയിൽ വരുന്ന മോഡൽസ് കുറയുന്നുണ്ട്. കിഡ് മോഡൽസിന് പേടിയാണ്, എൻ്റെ കുട്ടിയുടെ ഭാവി ഇതിലോട്ട് പോകുമ്പോൾ എന്ന് പേടിച്ച് കിഡ്സിനെ അങ്ങോട്ട് വിടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ വന്നാൽ ഫാഷൻ ഇൻഡസ്ട്രി തകർന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കുകയാണ് എമോ ആൻറ്റി സ്കോഡ് നമ്മൾ കൊണ്ടുവന്നതും എല്ലാ ഷോസിലും. ചിലവരൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഷോസിന് ആരും പോരുന്നാണ് ആസ് എ പ്രസിഡന്റ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അതാണ്. അപ്പം എമോ ആൻറ്റി സ്കോഡും എമോ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഷോസിന് ആരും പോകാൻ പാടില്ല. അങ്ങനെ ആ ഷോസ് നിൽക്കും. അപ്പോൾ ആ എമോ ആൻറ്റി സ്കോഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് 100% ഉറപ്പുണ്ട് എനിക്ക്. അങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം നടന്നാൽ അപ്പോൾ തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യും. ആ പോലീസ് സ്റ്റേഷനുമായിട്ട് അത്രയും ടൈപ്പ് ഉണ്ട് ഏത് സ്ഥലത്ത് പ്രോഗ്രാം നടന്നാലും. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് സെൽ. ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയ രാംജിത്താണ് അതിൻ്റെ ഹെഡ്. ഓക്കെ, നമ്മൾ 3-4 പേരല്ലുണ്ട്. അപ്പം ഏതൊരു കംപ്ലയിൻറ്റ് വന്നാലും നമ്മൾ വിത്തിൻ 24 hours നമ്മൾ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മോഡൽസിന് കിട്ടാനുള്ള പൈസ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കൊറിയോഗ്രാഫേഴ്സിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, മോഡൽസിന് റീഫണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതും 24 hours ഓണാണ്, ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും മോഡൽസിനോ കൊറിയോഗ്രാഫി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം. ഉടനെ തന്നെ വിത്തിൻ 24 hours. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഇത്രയും നാൾ ചെയ്ത കംപ്ലയിൻറ്റ് 24 hours നമുക്ക് തീർക്കാൻ പറ്റി. പക്ഷേ എത്രയും പെട്ടെന്ന് അത് കംപ്ലയിൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പ് തരാം. ആസ് എ പ്രസിഡന്റ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഈ 2 കാര്യമാണ് എമോ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ പാലിച്ചാൽ ഫാഷൻ ഇൻഡസ്ട്രിയിലെ ഈ ഡ്രഗ് യൂസിങ്ങും ഈ ചീത്ത പേരെല്ലാം മാറും. ഇനി ലൈക്ക് ഒരു ട്രിവാൻഡ്രം ഫാഷൻ മോഡൽസിൻ്റെ CEO എന്ന നിലയിൽ അല്ലെങ്കിൽ മാനേജിങ് ചെയർമാൻ എന്ന നിലയിൽ അടുത്ത അപ്കമിങ് ഷോസ് എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെയാണ് ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്കമിങ് ഷോസ് ഒരുപാടുണ്ട്. എന്നാലും അടുത്ത് വരുന്ന ഒരു ഷോയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. നമ്മുടെ ഒരു ഷോ വരുന്നുണ്ട്, സമ്മർ ഡിസൈനർ ഷോ ആൻഡ് സമ്മർ കിഡ്സ് ഫാഷൻ നൈറ്റ് ഷോ ആണ് വരുന്നത്. അതിൻ്റെ സ്പോൺസറായിട്ട് വരുന്ന റിലേഷൻ മീഡിയ ആണ്. ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത് റിലേഷൻ മീഡിയ ആണ്. നമ്മളെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് കോളേജ് അവരാണ് അതിൻ്റെ പ്രൈവറ്റ് പാർട്ണറായിട്ട് വരുന്നത്. അൽസാജ്, കഴക്കൂടത്തുള്ള അൽസാജാണ് വെന്യൂ പാർട്ണർ. പിന്നെ മീഡിയ പാർട്ണർ അങ്ങനെ ഒരുപാട് ടീമുണ്ട്. അപ്പം അതിൻ്റെ ഷോ വരുന്നത് April 2 അൽസാജ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് കഴക്കൂട്ടം. അപ്പം അത് എമോ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവിടെ നടക്കും. അപ്പോൾ എമോ ആൻറ്റി ഡ്രസ് കോഡ്, കംപ്ലയിൻറ്റ് സെൽ, ഹെൽപ്പ് ഡെസ്ക് ഇതെല്ലാം അവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറേ നാളുകൾ നമ്മൾ മിക്ക ഷോസിലും നമ്മൾ പരീക്ഷിച്ച കാര്യം കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് ഈ ഷോയിലുണ്ടാകും. അതവർക്ക് കാണാൻ പറ്റും. എമോ ആണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം എമോയുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും. എമോയുടെ ഡ്രഗ്സ് കോഡ്, ആൻറ്റി സ്കോഡ് എല്ലാ ടീമും അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു എന്താ പറയുക, ട്രയൽ റൺ എന്ന് പറയാൻ പറ്റില്ല. ട്രയൽ റൺ അവിടെ ചെയ്തതാണ്. പക്ഷേ ഇത് സക്സസ് റണ്ണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അത് കാണിക്കാനും പറ്റും. അപ്പം ആ ഷോയിലോട്ട് എല്ലാവരെയും, രാംജിത്തിനെയും എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും മീറ്റിംഗ് നടന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തെടുത്ത് അറിഞ്ഞൊരു പേരാണ് ഫിയാൻസെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴത്തേക്ക് ഒരു തായ്ലാൻഡ് ഡയറീസ് എന്നൊക്കെ പറഞ്ഞൊരു ചേംബർ ഓഫ് ഫോട്ടോസ് ഞാൻ കാണുന്നുണ്ട്. എപ്പോഴാണ് കല്യാണം, അല്ലെങ്കിൽ എപ്പോഴാണ് ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ തിങ് ടു ഹാപ്പൻ യെറ്റ്? ഈ വർഷം തന്നെ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നടക്കണം. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എനിക്കും പുള്ളിക്കാരിക്കും ഒരുപാട് കാര്യം ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലത്ത് കറങ്ങാനുണ്ട്. പുള്ളിക്കാരി ഫുൾ കറക്കത്തിൻ്റെ ആളാണ്. കൊറിയോഗ്രാഫി, മോഡലിംഗ് ചെയ്താലും പുള്ളിക്കാരിക്ക് ഒന്ന് ഔട്ട് ചെയ്യണം, ചില്ല് ചെയ്യണം, എല്ലാ രാജ്യത്തും പോകണം, വേൾഡിൽ എല്ലാ രാജ്യത്തും പോകണമെന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം അത് ചെയ്തു കൊടുക്കണമെങ്കിൽ ഉടനെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ബിക്കോസ് ഇത്രയും ടെൻഷൻ ഉള്ളപ്പോൾ, കാരണം ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, ഇത്രയും ജോലിക്കാരുണ്ട്, ഇത്രയും വർക്ക്സ് ഉണ്ട്. അപ്പോൾ ഫുൾ ടൈം പുള്ളിക്കാരി കംപ്ലയിൻ്റ് അതാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെയാണ്. അപ്പം ബിക്കോസ് ഈ വർക്കിൽ എൻഗേജ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ എൻഗേജ്ഡ് മാറ്റി വെച്ച് വർഷത്തിൽ ഒരു 2 പ്രാവശ്യം ഒരു 15 ദിവസമോ 10 ദിവസമോ ടൂർ അടിക്കാൻ തന്നെയാണ് പ്ലാനിങ്. ഈ വർഷം തന്നെ കാണും. ഓക്കെ, ഫൈൻ. നന്നായിട്ട് നടക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യുന്നു. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇൻ്റർവ്യൂ വിത്ത് യു ആൻഡ് ഐ ഫീൽ പ്രൗഡ് ടു ഷെയർ മൈ കൗച്ച് വിത്ത് യു. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ നമ്മളുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് രാംജിത്ത് സൈനിങ് ഓഫ് from the Fashion Unfiltered, an initiative by Trivandrum Fiestas Entertainments. Thank you.